എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പൈസ കൊടുത്താണ് ഇവിടെ ഒരാളുടെ സങ്കടങ്ങൾ പറയുന്നത്. ഒരു സങ്കടത്തിന് പൈസ കൊടുത്താണ് ഇവിടെ സങ്കടങ്ങൾ പറയുന്നത്. അതായത് ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് 60 രൂപ കൊടുത്തു. 60 രൂപ കേൾക്കണം. എൻ്റെ ഇടയ്ക്ക് എനിക്ക് ചവിട്ടൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. ഞാൻ വളരെ ദുഃഖിച്ചാണ് ഈ കാര്യം പറയുന്നത്. ഇന്ന് രാവിലെ ഞാനാണെങ്കിൽ 60 രൂപയാണ് കൊടുത്തത്. ഇവിടെ മാനസിക ഉപദ്രവങ്ങളൊക്കെ ഏറെ സഹിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും. അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യും. പറയട്ടെ, ഞാൻ 60 രൂപ ആണെങ്കിൽ ഇന്ന് രാവിലെ ഒരാൾക്ക് കൊടുത്തു. അതിൻ്റെ അത് 40 രൂപ കള്ളത്തരം പറയുന്നത്, സത്യമേ പറയുന്നുള്ളൂ. 40 രൂപയ്ക്ക് സോപ്പ് പൊടി മേടിക്കാനും പിന്നെ 10 രൂപയ്ക്ക് പോയി ഇഷ്ടമുള്ള ഫുഡ് മേടിക്കാനും. ആ 10 രൂപ കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത്, ഇന്നലെ എനിക്ക് 2 ദുഃഖം ഉണ്ടായി. രണ്ട് ദുഃഖം. ആ 2 ദുഃഖം കേൾക്കണമെങ്കിൽ ഓരോ ദുഃഖത്തിന് 5 രൂപ വെച്ചാണ് ഈ സാധനം എനിക്ക് വില തരുന്നത്. 5 രൂപയാണ് ഈ സാധനത്തിന് നമ്മൾ കൊടുക്കേണ്ട പ്രൈസ്. അതായത് ഒരു ദുഃഖത്തിന് നമ്മൾ 5 രൂപ, അങ്ങനെ സമ്പാദിച്ചത് 10 രൂപയാണ്. അന്ന് ദുഃഖം കേൾക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ കൂടെ കരയണം, എൻ്റെ ദുഃഖത്തിൽ അതേപോലെ ഇമോഷൻസ് ഒക്കെ പങ്കുവെക്കണം. എന്നിട്ട് ആ സങ്കടത്തിൽ ഒരു കരച്ചിലോ, ആ സങ്കടത്തിൻ്റെ കൂടെ ഉപദ്രവം കൂടാണ്. ആ സങ്കടത്തിൻ്റെ കൂടെ ഒരു കരച്ചിലോ തിരിച്ച് അഭിനയിക്കുകയോ ചെയ്യാതെ എൻ്റെ സത്യത്തിൽ പുതിയ വീഡിയോ എടുക്കുക പ്ലീസ്. നിന്നെ പറ്റി കള്ളത്തരം പറയത്തില്ല, ഉറപ്പായിട്ട് ഞാൻ നിന്നെ പറ്റി കള്ളത്തരം പറയത്തില്ല. ഓൺലി സത്യങ്ങൾ മാത്രമേ ഇവിടെ പറയത്തുള്ളൂ. സത്യങ്ങൾ പറയാം. കട്ടാക്കി എടാ, ഇതൊക്കെ കട്ടാക്ക. ആദ്യം തൊട്ട് തുടങ്ങിട്ട് എഡിറ്റ് ചെയ്യുമ്പോ കട്ടാകൂ. നമുക്ക് സത്യം പറഞ്ഞ് മാത്രമേ വീഡിയോ ഇവിടെ എടുക്കത്തുള്ളൂ. സത്യം മാത്രം പറ.